പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പുതിയ സ്ഥലത്ത് വന്നിട്ട് ആദ്യമായിട്ടൊന്ന് പുറത്ത് പോകാൻ കേട്ടോ. ചെറിയൊരു ഔട്ടിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ എല്ലാവരും ഉണ്ട്. അപ്പം നമ്മളിന്ന് പോണത് ഒരു ബീച്ചിലേക്കാണ്. അപ്പം അതിൻ്റെ പോകുന്ന വഴിക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു നമ്മുടെ ടൗൺ വിട്ടു പോകുന്നത് പുറത്തേക്ക്. അപ്പം എന്തായാലും കുറച്ച് നല്ല കാഴ്ചകളൊക്കെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ലിക്കു ചേട്ടനും ജോമോളേച്ചിയും മക്കളും എന്താ നമ്മുടെ മുന്നിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിവിടെ ഒരു ചെറിയ ബീച്ചിൽ വന്നിട്ടുണ്ട് കേട്ടോ. അതൊരു കങ്കാരു ബീച്ച് എന്ന് പറഞ്ഞ ചെറിയൊരു ഞങ്ങൾ പോകുന്ന വഴിക്ക് നല്ല ഇറങ്ങിയതാണ്. ഇത് വെയിലും ഇവിടുന്നുള്ള റിഫ്ലക്ഷനും കൂടി ആകുമ്പോൾ കണ്ണിനോട്ട് ഭയങ്കര നല്ല കളർഫുൾ വെള്ളമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് സ്ഥലമൊക്കെ കാണാൻ. ചൂട് അന്തരീക്ഷമാണ് എന്നുള്ള ഇത് മാത്രം. ബാക്കി ഒരു യൂറോപ്യൻ ഒരു അറ്റ്മോസ്ഫിയർ ആണല്ലേ. കാണുന്ന വ്യൂ ഒക്കെ ലാൻഡ്സ്കേപ്പ് ഒക്കെ നമ്മളെ അടലേട് വിക്ടർ ഹാർബർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയാലുണ്ട് കേട്ടോ. അതേ മരങ്ങൾ ബീച്ചുണ്ട്. ചുമ്മാ അത് ഇരുന്ന് കേട്ടോ. ഇഷ്ടമുള്ള ആൾക്കാരാണെന്ന്. നമ്മളിവിടെ എത്തിയിട്ട് എൻ്റെ അമ്മ എന്തൊരു കളറാണ്. അയ്യോ ഇച്ചോ ആ സൈഡിലോട്ടൊക്കെ ഭയങ്കര കളറാട്ടാ. അയ്യോ സൂപ്പർ. ഇത്രയും കളറ് ആദ്യമായിട്ടാണ് കാണുന്നത് എനിക്കൊന്ന്. ഇതിൻ്റെ നോർമൽ കളറ് കുറഞ്ഞ് വരികയാണ് ആ സൈഡിലേക്ക് പോകുമ്പോൾ. എങ്ങനെയുണ്ട്? അത് അങ്ങോട്ട് നോക്കാം. എൻ്റെ ഏറ്റവും പീക്ക് കളർ അവിടെയാ. അടിപൊളി അല്ലേ? എന്താ മോനെ പടങ്ങൾ മാത്രം ഇത്രയും കളർ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. സത്യമായിട്ട് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് കളർ കൊടുത്തിട്ടുള്ളതാണ്. ഹോട്ടലിൽ മാത്രം
നമ്മളിപ്പോൾ ജോ കോളേജിൻ്റെ കിച്ചണിലാണ് കേട്ടോ ഉള്ളത്. ജോ കോളേജിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ സിംഗപ്പൂരി ചിക്കൻ ചൗമീൻ. സിംഗപ്പൂരി ചിക്കൻ ചൗമീൻ ഉണ്ടാക്കാൻ പാടില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ഉണ്ടായത്. എന്താണ് സംഭവം എന്ന് പോലും അറിയത്തില്ല. ചൗമീൻ നൂഡിൽസ് ആണെന്ന് മാത്രം എനിക്കറിയാം. ബാക്കി എന്താണെന്നുള്ളത് നമ്മൾ കാണാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ചേച്ചി ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ കാണിച്ചു തരുന്നു. ഞാനതുപോലൊക്കെ അരിയുന്നുണ്ട്. എന്താവും എൻ്റെ അരിച്ചിലൊക്കെ ശരിയാണോ എന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ എന്നും പുതിയൊരു വിഭവം ഉണ്ടാക്കി കഴിക്കാൻ പോകണം കേട്ടോ. കോളേജ് ഭയങ്കര കുക്കാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഞങ്ങൾ വന്നിട്ട് ഒരാഴ്ച ആയുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും എന്തോരം ഐറ്റംസ് ആണ് കഴിച്ചതെന്ന് വെച്ചൊന്നും പറയണ്ട. രണ്ടുപേരും ഒരു 2-3 കിലോ വെച്ച് കൂടിയിട്ടുണ്ട്. ആണ് അത്രയ്ക്കും ടേസ്റ്റ്, കഴിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ചേച്ചി ഒന്നും ഉണ്ടാക്കുന്നില്ലെന്നാണ്, ഇപ്പം ഉണ്ടാക്കിയ സാധനങ്ങളിലൊന്നും ഒന്നും അല്ലെന്നാണ് ചേട്ടൻ പറയുന്നത്. ഞാൻ ഒന്നരിങ്ങനെ ചേച്ചിയുടെ 10 അരിയുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പൊ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങാം. നമ്മളെ ഗാർലിക്, വെളുത്തുള്ളി ഉണ്ട്, പച്ചമുളകുണ്ട്, ഇഞ്ചിയുണ്ട്, എല്ലാം കുഞ്ഞുകുനാന്ന് അരിഞ്ഞതാണ്. ഇത് മാത്രം പച്ചമുളക് മാത്രം കുറച്ച് വലുതായിട്ട് അരിഞ്ഞു, കാരണം വേണ്ടാത്തവർക്കൊക്കെ പറക്കിക്കളയാലോ. പിന്നെ നമ്മുടെ നല്ല കളർഫുൾ ആയിട്ടുള്ള വെജിറ്റബിൾസ്, ക്യാപ്സിക്കം 3 കളർ, യെല്ലോ, ഗ്രീൻ, റെഡ്. പിന്നെ നമ്മുടെ ക്യാബേജ്, ബീൻസ്, പിന്നെ ഇത് ക്യാരറ്റും സ്പ്രിംഗ് ഒനിയനും. പിന്നെ ഇതാ ചിക്കൻ വേവിച്ച് വെച്ചത് ഇങ്ങനെ എന്താ പറയുക, ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, സ്റ്റീം ചെയ്ത എല്ലാം വെള്ളം കളഞ്ഞ് ചൗമീൻ. പിന്നെ ഇത് 3 മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ്. പിന്നെ ഇത് സോസുകളാണ് എല്ലാം കൂടി മിക്സ് ചെയ്തത്. സോയ സോസും ചില്ലി സോസും ടൊമാറ്റോ സോസും കൂടിയുള്ള മിക്സറാണ് കേട്ടോ. പിന്നെ ലേശം ഹണിയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് ഇനി ചേച്ചി ബാക്കി ഉണ്ടാക്കും. നമ്മളിപ്പോൾ പിള്ളേർക്കുള്ളതാണ് കേട്ടോ ആദ്യം ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിലേക്ക് ക്യാപ്സിക്കം 3 കളറും, പിന്നെ ക്യാബേജും ബീൻസും കൂടി ഇട്ട് എല്ലാം ഇട്ടു. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ സവാളയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാം നമ്മൾ അരിഞ്ഞ് വെച്ച് എല്ലാ സാധനങ്ങളും ഇട്ട്. പിന്നെ ഇതാ സാധനങ്ങളെല്ലാം ഒന്ന് വഴണ്ടി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് സോസ് കൂടി ആഡ് ചെയ്തു. നമ്മളതിലേക്ക് ചിക്കനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമുള്ള നൂഡിൽസും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് വാങ്ങും കേട്ടോ. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് റെഡിയാക്കാം. എല്ലാവർക്കും പറഞ്ഞു ഇച്ചിരി ഉപ്പും കൂടെ ആഡ് ചെയ്യുവാണ്. കാരണം ചിലപ്പോൾ കുറവാണെന്ന് തോന്നിയതുകൊണ്ട് നമ്മൾ ഇച്ചിരി ആഡ് ചെയ്യും. സോസിലൊക്കെ അത്യാവശ്യം ഉപ്പുള്ളത് കൊണ്ട് ഒത്തിരി ഒന്നും വേണ്ട, ചെറുതായിട്ട് മതിയോ അല്ലേ. ഇത് നമുക്ക് വേണ്ടിയിട്ട്, അതായത് വലിയവർക്ക് വേണ്ടിയിട്ട് വേറെ സെപ്പറേറ്റ് ഉണ്ടാക്കാനുണ്ടോ, കുട്ടികൾക്ക് എരിവ് കുറഞ്ഞത്. ചിക്കൻ സിംഗപ്പൂരി ചൗമീൻ ഇച്ചിരി സ്പൈസിയാണ് നമുക്ക് കഴിക്കാൻ നല്ലത്. ഓ അതെയോ. അപ്പം നമുക്ക് നല്ല സ്പൈസി ആയിട്ടുള്ളത് ഉണ്ടാക്കാണ് സ്പെഷ്യൽ. അപ്പം നമ്മൾ സെയിം സ്റ്റെപ്പ് തന്നെയാണ് കേട്ടോ ഇതിലും ചെയ്യുന്നത്. കുറച്ച് എരിവിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, കളർ ചേഞ്ച് ഉണ്ടാവും. നമുക്ക് ഫൈനൽ എത്തുമ്പോൾ കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ പിള്ളേർക്കുള്ളതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ പിള്ളേർ കഴിച്ചു തുടങ്ങി കേട്ടോ. എങ്ങനെയുണ്ട്? സൂപ്പർ. ഇഷ്ടപ്പെട്ടോ? സൂപ്പർ, ഒന്നും പറയാനില്ല. ഭയങ്കര ടേസ്റ്റ്. പാത്രത്തിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കാൻ തോന്നുക.